ഉത്തരം കേട്ടു എങ്ങു നിന്നു എല്ലാം ഇത്തിരി സ്നേഹത്താൽ വീണ്ടെടുക്കൂ. മിടിച്ചൂടെ ഇപ്പോഴും സമയം ഒരുപാടായതുകൊണ്ട് ഉച്ചത്തിൽ മിടിക്കാൻ ഒരു പ്രയാസമുണ്ട്. എങ്കിലും ഉച്ചത്തിൽ മിടിക്കുവല്ലേ നീ എൻ്റെ ഹൃദന്തമേ സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടും. എത്രയോ ദൂരം നിന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ തരണമായി ഇളവേൽക്കുമ്പോൾ താരാട്ടിന്നനുയാത്ര നിദ്രതൻ പടിവരെ ശ്രുതി താഴ്ത്തി പാടുക പൂവിലേ എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഏകാന്തതയുടെ അമാവാസിയിൽ എനിക്ക് കിട്ടിയ ഒരു തുള്ളി വെളിച്ചമാണ് കവിത എന്ന് പറഞ്ഞ ONVയുടെ പല പാട്ടുകളിലും ഈ വെളിച്ചം കടന്നു വരുന്നുണ്ട്. ഒരു മിന്നാം മിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം, വാതിൽ പഴുതിലൂടെ മുന്നിൽ വാരി വിതറും സന്ധ്യയുടെ വെട്ടം. എത്രയെത്ര വെട്ടം, എത്രയെത്ര പാട്ട്. വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി വീതറും ത്രിസന്ധ്യ പോകെ. മഞ്ചരിയിൽ എഴുതി കൊടുത്തു ദക്ഷിണാമൂർത്തിക്ക്. പക്ഷെ ദക്ഷിണാമൂർത്തി അത് പാടിത്തരുന്നത് വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി വീതറും ത്രിസന്ധ്യ പോകെ. മധുരമാം ആലോച കേട്ടു, മധുരമാം ആലോച കേട്ടു. അതിന്റെ അനുപല്ലവിയില് എങ്ങനെയാണ് വാക്കിൽ നാദം ചേരുമ്പോൾ അത് ദീപ്തമാകുന്നത് എന്ന് നമ്മുടെ ദക്ഷിണാമൂർത്തി നമുക്ക് കാണിച്ചു തരുന്നു. ഹൃദയത്തിൻ ഇലകളിൽ ജലഗണമിറ്റു വീഴും പോലെ, ഇറ്റു വീഴും പോലെ, ഇറ്റു വീഴും പോലെ, ഇലകളിൽ ജലഗണമിറ്റു വീഴും പോലെ, ഉയിരിൽ അമൃതം തളിച്ച പോലെ, കരണവിയോലം നിൻ കാലൊച്ച കേട്ടു ഞാൻ അറിയാതെ കോരിത്തരിച്ചു പോയി, അറിയാതെ കോരിത്തരിച്ചു പോയി, കോരിത്തരിച്ചു പോയി. ഇതിനപ്പുറത്ത് എങ്ങനെയാ കോരിത്തരിക്കുക? അറിയാതെ കോരിത്തരിച്ചു പോയി. വാതിൽ പഴുതിലൂടെ കുങ്കുമം വാരി വീതറും ത്രിസന്ധ്യ പോയി. അതിലോലമേ ഇടനായിൽ നിൻ കളമധുരമാം ആലോച കേട്ടു, മധുരമാം ആലോച കേട്ടു. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അതിലേക്ക് കടക്കാം. മറ്റൊരു കാര്യം, VR സുധീഷിന്റെ ഒരു പുസ്തകമുണ്ട്, ആത്മഗാനങ്ങൾ എന്നൊരു പുസ്തകം. അർബുദബാധിതനായ ഒരു തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ കാണാൻ വേണ്ടി സുധീഷ് എത്തുകയാണ്. അദ്ദേഹം സുധീഷിന്റെ കൈ പിടിച്ച് പറയുന്നു, മരിക്കാൻ എനിക്ക് ഒരു പേടിയില്ല, ഞാനിപ്പോൾ ഏതാണ്ട് ആ മാനസികാവസ്ഥയിലാണ്, പക്ഷേ എനിക്കൊന്നും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ സുധീഷ് ചോദിച്ചു, എന്താ എന്താ? ഈ ഭാസ്കരൻ മാഷും ബാബുക്കൊക്കെ ചെയ്ത പാട്ട്, ONVക്ക് ചെയ്ത പാട്ട് വിട്ടിട്ട് ഞാൻ എങ്ങനെ മരിക്കൂടാ? പിന്നെ എന്താ അത്? ആത്മഗാനങ്ങളിൽ VR സുധീഷ് പറയുന്ന ഒരു മനോഹരമായിട്ട് ഒരു കുടന്ന നിലാവിൻ്റെ
കുളിര് കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരം. ഒന്ന് ആലോചിച്ച് നോക്കുന്നു. ഒരു കയ്യിൽ, ഒരു കൈക്കുമ്പിളിൽ നിലാവെടുത്തിട്ട് നമ്മുടെ മുഖത്തേക്ക് ആരെങ്കിലുമൊക്കെ തെളിക്കുന്നതിനെ കുറിച്ച് അങ്ങനെ ഒരു സങ്കല്പം, അങ്ങനെ ഒരു ഇമേജറി എങ്ങനെയാണ് ഒരു മനുഷ്യൻ സങ്കല്പിച്ചു കാണുന്നത് അല്ലേ? ഓൻമിയൊക്കെ എന്തൊരു മഹാരഥനായിരുന്നു. നമുക്ക് ആ സിനിമയുടെ പേര് തന്നെ ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം, ജോൺ പോളിന്റെ സിനിമ, ജോൺസൺ മാഷിന്റെ സംഗീതം. ഒരു മിന്നുങ്ങിന്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. മിന്നുങ്ങിന്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. ആരോരുമറിയാത്തൊരാത്മാവിൻ തുടിപ്പു പോലാലോലം ആനന്ദനൃത്തമാർന്നു. ആലോലം ആമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി അരുമയായി കുടഞ്ഞതാരോ. ആരോരും അറിയാത്ത ആത്മാവിൻ തുടിപ്പ് പോൽ ആലോലം ആനന്ദ നൃത്തമാർന്നു. പക്ഷേ എനിക്ക് കരച്ചിൽ വരും കേട്ടോ. ഇതിനേക്കാൾ കരച്ചിൽ വരുന്ന വേറൊരു പാട്ടുണ്ട്. എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു. പാടാൻ മറന്നു പാട്ടിലെ പാറിപ്പറന്നു വന്നു. തൂവലെല്ലാം ഒതുക്കി ഒരു നൊമ്പരം നെഞ്ചിൽ പിടഞ്ഞു. തൂവലെല്ലാം ഒതുക്കി ഒരു നൊമ്പരം നെഞ്ചിൽ പിടഞ്ഞു. സ്നേഹം തഴുകി തഴുകി വിടർത്തിയ മോഹത്തിൻ പൂക്കളുലഞ്ഞു. എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു. പാടാൻ ഒരു പാട്ടിലെ പാറിപ്പറന്നു വന്നു. സാഗരങ്ങളെ പാടി പാടിയുണർത്തിയ സാമഗീതമേ സാമസംഗീതമേതയ സാഗരൻ നീയൻ ലോലമാമി ഏകതാരയിൽ ഒന്നിടവേൽക്കൂ ഒന്നിടവേൽക്കൂ. സാഗരങ്ങളെ പാടി പാടിയുണർത്തിയ സാമഗീതമേ സാമസംഗീതമേതയ സാഗരങ്ങളെ.
കന്നിമണ്ണിൻ്റെ ഗന്ധമുയർന്നു തെന്നൽ മതിച്ചു പാടുന്നു കന്നിമണ്ണിൻ്റെ ഗന്ധമുയർന്നു തെന്നൽ മതിച്ചു പാടുന്നു ഈ നദിതൻ മാറിനാരുടെ കൈവിരൽ പാടുകൾ ഉണരുന്നു ഒരു തഴുകി തഴുകി ഉണർത്തും മേഘരാഗമെൻ ഏകതാരയിൽ സാഗരങ്ങളെ പാടി പാടി സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ. ONVക്ക് നമസ്കാരം. മകളെ നിനക്കിന്നു നൽകുമീ ചുംബനം മന്വന്തരങ്ങളായി തുടരുന്ന സാന്ത്വനം. മകളെ നിനക്കിന്നു നൽകുമീ ചുംബനം മന്വന്തരങ്ങളായി തുടരുന്ന സാന്ത്വനം. സുഹൃതമെന്താണെന്നറിഞ്ഞു ഞാൻ ഇന്ന് നിൻമിഴിയിൽ പിതൃത്വ സൗഭാഗ്യം തുളുമ്പവേ. അധരത്തിലിറ്റുമീയുപ്പും ആത്മാക്കളിൽ മധുരമായി മാറുന്നൊരത്ഭുതം കാൺക നീ. അധരത്തിലിറ്റുമീയുപ്പും ആത്മാക്കളിൽ മധുരമായി മാറുന്നൊരത്ഭുതം കാൺക നീ. മധുരമായി മാറുന്നൊരത്ഭുതം കാൺക നീ. ശ്രീകുമാരൻ അച്ഛൻ്റെ ചുംബനം എന്ന കവിതയിലെ കുറച്ച് വരികളാണ് നമ്മൾ ഇപ്പോൾ പാടിയത്. പക്ഷേ ദക്ഷിണാമൂർത്തിയുടെ കയ്യിൽ കിട്ടിയപ്പോൾ അതിനെ ആ ആഭേരിയെ മെരുക്കിയെടുത്ത് കൊടുത്തു ശ്രീകുമാരൻ നബിക്ക്. അല്ലെങ്കിൽ ശ്രീകുമാരൻ നബി മെരുക്കാൻ പ്രായത്തിൽ പാകത്തിൽ അങ്ങനെ ഒരു വരികൾ മെരുക്കൊടുത്തു. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും അരുണിമ നിൻ കവിളിൽ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും അരുണിമ നിൻ കവിളിൽ. എത്ര സമുദ്ര ഹൃദംഗം ചാർത്തി ഇത്രയും നീലിമ നിന്റെ കണ്ണിൽ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അശ്രുബിന്ദുവിൻ സ്വപ്നബിന്ദുവോ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. മനോഹരിനി മനോരഥത്തിൽ മലരോടു മലർച്ചൂടും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധനാണോ ഈ ആരാധന. അനുപലവി ഹൃദയവതി നിൻ മധുരവനത്തിലെ മലബാരമൊരുവട്ടം തുറക്കുവില്ലേ. അറിയാതെ പൊഴിയുന്ന മധുകണമെങ്കിലും മാനവാ
മനോഹരേ മനോരഥത്തിൽ മലരോടും മലർന്നും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവണ്ണനാരും എത്ര ലളിത സംഗീത ഗാനങ്ങളാണ് ശ്രീകുമാരൻ നബി എഴുതിയിട്ടുള്ളത്. പാതിരാമയക്കത്തിൽ പാട്ടൊന്നു കേട്ടേ പല്ലവി പരിചിതമല്ലോ ഉണർന്നപ്പോഴ സാന്ദ്രഗാനം വിളിച്ചു ഉണർത്തിയരാ കൊയിലേ വീട്. അത് രവീന്ദ്ര മാഷാണ്. 4 കിൻഡലുണ്ട് എൻ്റെ മ്യൂസിക്കൊക്കെ. നമ്മളെ കൂടെ കണ്ണുനീരിൽ പുഞ്ചിരിച്ചു ഈറൻമുകിൽ മാലകളിൽ ഇന്ദ്രധനുസിന്ന പോലെ ഇന്നുമെൻ്റെ കണ്ണുനീരിൽ പുഞ്ചിരിച്ചു. നമുക്കെല്ലാവർക്കും എന്നും എന്നും ഇഷ്ടമുള്ള വേറൊരു മനോഹരമായ ലൈറ്റ് മ്യൂസിക്കിന്റെ രീതി രവീന്ദ്ര മാഷിന്റെ സംഗീതത്തിൽ എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്കതിർ എത്ര ധന്യതയാകും പൊങ്ങും നിൻ കൂന്തലിൽ പുൽകി പടർന്നതിനാലേ സൂര്യന്റെ ചെങ്കതിർ എത്ര നിൻ കൂന്തലിൽ പുൽകി പടർന്നതിനാലേ. കുറേണ്ടത് എന്തൊരു സുന്ദര കല്യാണിയുടെ അല്ലേ, വളരെ മനോഹരമായിട്ടുള്ള അവസാനമാണ്. പക്ഷെ ഒരു കാര്യം ചെയ്യണം, പെട്ടെന്ന് തമ്പി സാറിനോട് ഒരു മാപ്പ് പറഞ്ഞിട്ട് വിട്ടാലോ? നമുക്ക് ഇതേ കല്യാണിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു പാട്ട് നമുക്ക് പാടാം. നിങ്ങൾ കൂടി ഏറ്റു പാടുന്ന പാട്ടാണ് അത്. നല്ല രസമാണ് ആ പാട്ട് നമുക്ക് പാടാം. വരികളല്ലേ ഓക്കെ. 9ാം ഉത്സവത്തിന് അമ്പലപ്പുഴ നീയും വന്നു. എന്തു നല്ല പാൽപ്പായസം നിന്റെ കൊച്ചു വർത്തമാനം. എന്തു നല്ല പാൽപ്പായസം നിന്റെ കൊച്ചു വർത്തമാനം. 9ാം ഉത്സവത്തിന് അമ്പലപ്പുഴ നീയും വന്നു. എന്തു നല്ല പാൽപ്പായസം നിന്റെ കൊച്ചു വർത്തമാനം. ചന്തമേഴും മേനി കണ്ട് കൊമ്പനൊന്ന് കലിയിളകി തീവട്ടിയിൽ നിന്നൊരു തീത്തുള്ളി നിന്റെ മാറിൽ വീണു. തീവട്ടിയിൽ നിന്നൊരു തീത്തുള്ളി നിന്റെ മാറിൽ വീണു. കള്ളമില്ല കളങ്കമില്ല പൊള്ളി എൻ്റെ കയ്യിൽ നെഞ്ചും. കള്ളമില്ല കളങ്കമില്ല പൊള്ളി എൻ്റെ കയ്യിൽ നെഞ്ചും. കൊതിപ്പിച്ചു കടന്നതെന്റെ കുട്ടനാട്ടുകാരി പെണ്ണെ. ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ. ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ. കണ്ണും കണ്ണും കടം പറഞ്ഞു കടങ്കഥയിൽ മനം തിരിഞ്ഞു കളഞ്ഞതിന്റെ നാട്ടുകാരി പെണ്ണെ. കൊതിപ്പിച്ചു കളഞ്ഞതിന്റെ നാട്ടുകാരി. പ്രണയത്തിന്റെ പാരവശ്യം കണ്ടു അതിനകത്ത്.
9ാം ഉത്സവത്തിന് അമ്പലപ്പുഴ നീയും വന്നു, എന്തു നല്ല പാൽപ്പായസം നിന്റെ കൊച്ചുവത്ത്. ചന്തമെഴും മേനി കണ്ടോ കൊമ്പനെന്ന് മതമിളകി, തീവട്ടിയിൽ നിന്നൊരു തീ തുള്ളി നിന്റെ മാറിൽ വന്നു. പക്ഷെ പൊള്ളിയത് ഈ ചങ്ങാതി. കള്ളമില്ല കളങ്കമില്ല പൊള്ളി എന്റെ കൈയും നെഞ്ചും. പ്രേമത്തിന് വേറൊരു സ്ഥലത്ത് വീണാലും എന്ത് നല്ല പാൽപ്പായസം, എന്ത് ഭംഗിയ വരികൾ. പിന്നെ മാത്രമല്ല, ആ ചന്തയിൽ പോയിട്ട് ചില്ലറയൊക്കെ നമ്മളെ കുപ്പിവളി ഇതൊക്കെ തിന്നു തീർത്തു എന്നാണ് പറയുന്നത്. തിന്നു തീർത്തു എന്നാണ് ശ്രീകുമാരൻ നമ്പിയോട് എന്ത് നല്ല പാൽപ്പായസം, എന്തു നല്ല പാൽപ്പായസം നിന്റെ കൊച്ചു വർത്തമാനം, എന്തു നല്ല പാൽപ്പായസം നിന്റെ കൊച്ചു വർത്തമാനം. ചന്തമിഴും മേനി കണ്ടോ കൊമ്പനൊന്നു മതമിളകി, തീവട്ടിയിൽ നിന്നൊരു തീ തുള്ളി നിന്റെ മാറിൽ. കള്ളമില്ല കളങ്കം നിന്റെ കൊച്ചു വർത്തമാനം, എന്തു നല്ല പാൽപ്പായസം നിന്റെ കൊച്ചു വർത്തമാനം. കള്ളമില്ല കളങ്കമില്ല പൊള്ളി എന്റെ കൈയും നെഞ്ചും. കള്ളമില്ല കളങ്കമില്ല പൊള്ളി എന്റെ കൈയും നെഞ്ചും. പൊള്ളി എന്റെ കൈയും നെഞ്ചും. പൊള്ളി എന്റെ കൈയും നെഞ്ചും. തമ്പി സാറിനോടും ഒരു നമസ്കാരം പറഞ്ഞു നമ്മൾ നേരെ നമ്മുടെ പ്രിയപ്പെട്ട മറ്റൊരാളുടെ അടുത്താണ്. കവിത ചൊല്ലണമെന്നുണ്ട്, സമയമില്ല. മനോഹരമായിട്ടുള്ള കവിതകൾ അദ്ദേഹത്തിൻ്റെ ഉണ്ട്. വേദമുണ്ട്, കൊച്ചുകിടാവ് അല്ലേ, അങ്ങനെ ഒരുപാട് കവിതകൾ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഇതേ രാഗത്തിൻ്റെ മൂഡിൽ അദ്ദേഹം നമുക്ക് തന്ന ഒരു പാട്ടുണ്ട്. നമ്മുടെ സിനിമാ പാട്ടിൽ ഇത്രമാത്രം സംസ്കൃത പദങ്ങളെ പ്രയോഗങ്ങളെ ജനകീയവൽക്കരിച്ച മറ്റൊരു പാട്ടെഴുത്തുകാരനില്ല. സാക്ഷാൽ കച്ചേരി പുഴയുടെ തീരത്തുള്ള യൂസഫ് അലി കച്ചേരി. നിദാനം, ദുഃഖത്തിന് കാരണം, രാഹം ജാനേ, മോക്ഷകവാടം, മോക്ഷത്തിന്റെ കവാടം എവിടെയാണെന്ന് അറിയില്ലല്ലേ. എനിക്ക് സംസ്കൃതം അറിയുമായിരുന്നില്ല. ഈ പാട്ടിന്റെ അർത്ഥം ഞാൻ ആരോടൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കി. അങ്ങനെ സംസ്കൃതം പഠിച്ചവരുണ്ട് ഒരുപാട്. ഇതെന്താ അല്ലേ? അതേപോലെ സാമജ സഞ്ചാരിണി സരസീരുഖ മധുവാദിനി, ഇതൊക്കെ അദ്ദേഹത്തിന് മനോഹരമായിട്ടുള്ള സംസ്കൃതത്തിന്റെ. പാർവണേന്ദുമുഖി പാർവതി ഈശ്വരന്റെ ചിന്തയിൽ മുഴുകി വളഞ്ഞു, ചിത്രണിയെന്നും പകലും മഹേശരൂപം ശൈലപുത്രി സർപ്പനായകഭൂഷയേന്ദും സാംബശിവനുടെ ചാരുനടത്തിൽ, സർപ്പനായകഭൂഷയേന്ദും സാംബശിവനുടെ ചാരുതലത്തിൽ മൊഴിഞ്ഞൊരു നാളിലകാത്മജവരണമാലികയും ചാടി. പാർവണേന്ദുമുഖി പാർവതി ഈശ്വരന്റെ ചിന്തയിൽ മുഴുകി വളഞ്ഞു. അനുവേ, ഈ പ്രണയ ദിനത്തിൽ പാടാൻ പറ്റിയ ഒരു പാവം പാട്ടുണ്ട്, ഒരു പാട്ടാണ് അത്. നമ്മുടെ പെരുമ്പാവൂർ ജി രവീന്ദ്ര സംഗീതം കൊടുത്ത യൂസഫ് അലിയുടെ മനോഹരമായൊരു ഗാനമുണ്ട്. പേരറിയാത്തൊരു നൊമ്പരത്തിൽ
മുഴുവൻ പാടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആഗ്രഹം കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമില്ലേ ജയദാസ? അല്ലെ ജയദാസ? പക്ഷേ പ്രണയദിനല്ലേ? നിത്യസുന്ദര നിർവൃതിയായി നീ നിൽക്കുകയാണിൻ ആത്മാവേ. നിത്യസുന്ദര നിർവൃതിയായി നീ നിൽക്കുകയാണിൻ ആത്മാവേ. വിശ്വമില്ലെങ്കിൽ വീണടിയും ഞാനീ മണ്ണിൽ. അകലെ അകലെ നീലാകാശം അലതല്ലും ഹൃദയാകാശം അലതല്ലും അകലെ അകലെ പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനീരിൽ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. പതിനാലാം രാവ് കൈയടിച്ചോ കല്ലായി കടവത്തോ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി ചുണ്ട് ചുവന്നത് തളിർ വെറ്റില തിന്നിട്ടോ. തത്തമ്മ ചുണ്ടു ചുവന്നത് തളിർ വെറ്റില തിന്നിട്ടോ. മാരനൊരാൾ നേരിൽ നോക്കി മണിമുത്തം തന്നിട്ടോ. മാരനൊരാൾ നേരിൽ നോക്കി മണിമുത്തം തന്നിട്ടോ. ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട പി കെ ഗോപിയേട്ടനാണ് ചീരപ്പൂവിനെ പോയിട്ട് ഉമ്മ വെച്ചതാണ്. അതും അദ്ദേഹം ഒറ്റക്കല്ല, നീലക്കുരുവിയെയും കൂട്ടിയിട്ട്. ഓഹ്, രവീന്ദ്ര മാഷും കൂടി കൂടെ ചേർത്ത് പിന്നെ പറയാനില്ല. അത് പാടുന്നില്ല, അത് നമുക്ക് പതുക്കെ 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 ഇങ്ങനെ പാടേണ്ടത്. അപ്പോൾ അങ്ങനെ നിരവധി നിരവധി മനോഹരമായ പാട്ടുകൾ കേട്ടു. താരാപഥം ചേതോഹരം പ്രേമാദം. അപ്പോ ജോൺസൺ മാഷിന്റെ മുഴുവൻ ഒരു പാട്ടുണ്ട്. ഓമൽക്കിനാവുകളെല്ലാം കാലം എറിഞ്ഞപ്പോ ദൂരെ നിന്നും പിന്നൻ ഒരു നിശ്വാസമായി തളിർ ചൂടുന്ന ജീവന്റെ ചില്ലയിലെ രാക്കിളി പാടാത്ത യാമങ്ങളിൽ ആരോ സംക്രമഗാനം ഇനിയും കുറെ പാടാം ഗോപിയേട്ടന്റെ പാട്ട്. ആനക്കെടുപ്പതേ പൊന്നുണ്ടേ ആയിരപ്പറ മുത്തുണ്ടേ. പാടുന്നില്ല, ഓർമ്മിപ്പിച്ചില്ല. നമ്മൾ ആ ചില ഓർമ്മയിലൂടെ കടന്നു പോകണ്ടേ.
മനസ്സിനൊരായിരം കിളിവാതിൽ. അടച്ചാലും തുറക്കുന്ന അടക്കാ കിളികൾ ചിലയ്ക്കുന്ന, കുരുവികൾ ചിലയ്ക്കുന്ന കിളിവാതിൽ. അതിനേക്കാളൊക്കെ അപ്പുറത്ത് സുന്ദരമായ ലളിതഗാനങ്ങൾ ഗോപിയേട്ടനായിട്ടുണ്ട്. അദ്ദേഹം നീലാനദിയുടെ നിർമ്മല തീരം, നിരുപമ ഭാവാർദ്ര തീരം, കവിയുടെ ആത്മാവ് കല്ലോളങ്ങളും ചിലങ്കകളണിയും നേരം, കഥകളി സമയങ്ങൾ അണിയുന്ന തീരം. നിളാനദിയുടെ നിർമ്മല തീരം, ഓംകാരപ്പൊരുളായി അനശ്വരപ്പൊരുളായി രാമായണം സ്വരസാന്ദ്രമാ കവിമുനിയോദിയോ വനമലർ കേട്ടുവോ കിളിമകൾ പാടിയോ നിളയിതു ചൊല്ലിയോ സീതാ കാവ്യം ശുഭകീർത്തനത്തിലുണരുകയായി. ശ്രീരാമനാമം ജപസാരസാഗരം, ശ്രീപാദപദ്മം ജനിമോക്ഷദായകം, സരയൂ നദി പോ തിരയേറും ആത്മാവിൽ രാമനാമം ജപസാരസാഗരം, ഒരു കവിയുടെ ഒരു പാട്ട് കേട്ടിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അത്രേ, എനിക്ക് ഇതുപോലത്തെ ഒരു വരി എനിക്ക് ഇതുവരെ എഴുതാൻ കഴിഞ്ഞിട്ടില്ല, അതാണ് എൻ്റെ ഖേദം എന്ന് ONV ഒരു കവിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതും നമ്മുടെ ചങ്ങമ്പുഴയെ പോലെ, പത്മരാജനെ പോലെ, വയലാറിനെ പോലെ ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് നമ്മെ വിട്ടുപിരിഞ്ഞ ഒരാളാണ്. ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരുന്നാരോ സ്വകാര്യം പറഞ്ഞതാവാ. എങ്ങനെയാണ്? ആരും കൊതിക്കുന്നൊരാൾ വന്ന് ചേരുന്നാരോ സ്വകാര്യം പറഞ്ഞതാവാ. പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് മുൻവേണുകൂതുന്ന ഋതുമന്ത്രണം, പിന്നെയും ആരോ അടുത്തത് കുറച്ച് സമയം എന്താ നിങ്ങളെ മുഴുവനൊന്ന് കേൾക്ക്. ആരോ വിരൽ മീട്ടി. ഒരു കുട്ടി നന്നായി പാടുന്ന കുട്ടിയാണ്. നമ്മൾ മീട്ടാൻ അവിടെ വെക്കട്ടെ, ഒന്നും കൂടി പറയൂ. പക്ഷെ വീണ മീട്ടണ്ടേ, നമ്മൾ മീട്ടണ്ട നീട്ട് ആദ്യം നീ, അപ്പൊ കുട്ടിക്ക് ബോധ്യായി. അപ്പൊ സാഹിത്യത്തെ കൂടി നമ്മൾ ചേർത്ത് വെച്ചിട്ടാണ് കാവ്യാലാപനം ആൾക്കാർ പാടുക. ഇനി മോക്ക് ഒരിക്കലും തെറ്റില്ലത് അതാണ്. അപ്പോ ആരോ വിരൽ നീട്ടി എന്നാണ് അതിന്റെ സാഹിത്യം. അതെ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ട് എത്രയാ പറയാനും. അടുത്തൊരു പാട്ടേ, എൻ്റെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു പാട്ട് പാടുന്നുണ്ട്. മംഗലശ്ശേരി നീലകണ്ഠന് അത്ര കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ എൻ്റെ അമ്മയോട് ചില കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കരൾ നീരവേ മോക്ഷമാർഗം നീട്ടുമോ, അഗ്നി കരൾ നീരവേ മോക്ഷമാർഗം നീട്ടുമോ, ഇഹ പരശാപം തീരാമേ, ഇനിയൊരു ജന്മം വീണ്ടും തരുമോ, സൂര്യകിരീടം വീണുടൻ തിരുവരങ്ങിൽ പടുതിരിയാളും പ്രാണനിലേതോ
കടലുകളാടും